ദിവ്യകാരുണ്യത്തിൻ്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണി മേരി ക്ലാരറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ക്ലെരീഷ്യൻ സഭയുടെ സ്ഥാപകനാണ്. ഈ വിശുദ്ധനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരിയേറെ വിശേഷണങ്ങളുണ്ട്. ജപമാല ഭക്തി ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതലായിട്ട് പ്രചരിപ്പിച്ച വ്യക്തി, ദിവ്യകാരുണ്യത്തോട് അതീവ സ്നേഹമുള്ളവൻ, വലിയ മിഷണറി, ഒത്തിരിയേറെ ലേഖനങ്ങളും പ്രബന്ധങ്ങളും എഴുതിയവൻ, അങ്ങനെ ഒത്തിരിയേറെ വിശേഷണങ്ങളാണ്. ഏവർക്കും പ്രിയപ്പെട്ട ദിവ്യകാരുണ്യത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ അന്തോണി മേരി ക്ലാരറ്റിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഈ വിശുദ്ധൻ സ്പെയിനിലാണ് ജനിച്ചത്. 1807 ഡിസംബർ 23 ക്രിസ്മസിന് തൊട്ടടുത്ത്. 11 മക്കളിൽ 5-ാമനാണ് ആൻ്റണി മേരി. അപ്പൻ ജോൺ ക്ലാരറ്റ്, അമ്മ ജോസഫീൻ. വാത്സല്യപുത്രനായിട്ട്, ഭക്തിയുള്ള മകനായിട്ട് ഈ മകൻ വളർന്നു വന്നു. ഈ കുഞ്ഞിൻ്റെ പ്രത്യേകത, 5 വയസ്സിലെ അവനൊരു അഭൗമികമായിട്ടുള്ള ഒരു ദൈവിക തേജസ്സും ഒരു ദൈവിക ചിന്തയും കുടികൊണ്ടിട്ടുണ്ട്. ആ കുഞ്ഞു പ്രായത്തിൽ ഇവൻ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചോദിക്കും, ഈ കൊച്ചന്തോണി, അമ്മേ, ഈ ദൈവം ഇത്ര വലിയവനാണല്ലോ, ദൈവം എവിടെയാ? ഉന്നതത്തിലാണല്ലോ. ഉന്നതത്തിലായിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് മനുഷ്യനും പോകേണ്ടേ? അപ്പോഴേ അവനറിയാം കുറേ പേരെല്ലാം പാപത്തിലാണെന്ന്. അമ്മേ, പ്രിയപ്പെട്ട അപ്പച്ച, ഈ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾ, ഈ മനുഷ്യരെല്ലാം ദൈവത്തിങ്കിലേക്ക് എത്തണ്ടേ? അങ്ങനെ ഒരു ചിന്ത ഈ കുഞ്ഞ് ആൻ്റണിയിൽ അന്നേ ഉള്ളത് കൊണ്ട് വളർന്നു വന്നിട്ട് അവൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ചു. അന്നേ തന്നിൽ ദൈവം നിക്ഷേപിച്ച ആ ഒരു ചിന്തയാകാം വലുതായിട്ടും ജീവിതം മുഴുവൻ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ട് അവനെ പ്രചോദിപ്പിച്ചത്. എപ്പോഴും ആൻ്റണി വലുതായിട്ട് പറയുമായിരുന്നു, ദൈവം സൃഷ്ടിച്ച മനുഷ്യമക്കളിൽ ഒരാൾ പോലും നഷ്ടപ്പെടരുതേ എന്ന്. വിശുദ്ധനായ ഈ കൊച്ച് ആൻ്റണി എന്നും പള്ളിയിൽ പോകും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, ഓൾട്ടർ ബോയ് ആയിരുന്നു. അത്യാവശ്യം കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം, പഠനങ്ങളെല്ലാം നടത്തിയതിന് ശേഷം തൻ്റെ അപ്പനോട് ചേർന്ന് തുണി വ്യവസായത്തിലാണ് ഇൻട്രസ്റ്റ് കാണിച്ചത്. തൻ്റെ അപ്പനൊരു തുണിക്കടയാണ്, നെയ്ത്തുമില്ലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലി ചെയ്യണം, പ്രവർത്തിക്കണം, അപ്പനെ സഹായിക്കണം. 12-ാം വയസ്സിൽ നെയ്ത്ത് ജോലിക്ക് പോയി. അപ്പോൾ കൊച്ചാൻ്റണിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്, ജോലി സ്ഥലത്ത് ചെന്നാൽ അവിടെ കാണുന്ന കൂടെയുള്ളവരുടെ എല്ലാം നന്മകൾ കാണും. ഇന്ന വ്യക്തിയിൽ ഇന്ന നന്മകളുണ്ട്, ദൈവമേ നിനക്ക് സ്തുതി, പ്രിയപ്പെട്ടവരെ നിങ്ങൾ നല്ലവരാണ് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് അവരോട് സംസാരിക്കാനായിട്ട് എപ്പോഴും വിശുദ്ധനായ ഈ കൊച്ച് ആൻ്റണിക്ക് സാധിച്ചിരുന്നു. അപ്പോൾ ആൻ്റണി പറയും, എനിക്ക് ഈ ഒരു വലിയ നന്മ കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്, ദൈവമാണ് എന്നെക്കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുന്നത്. ദൈവം എന്നെ പ്രചോദിപ്പിച്ചില്ല എങ്കിൽ, ദൈവം എനിക്ക് മറ്റുള്ളവരുടെ നന്മ കാണിച്ചു തന്നില്ല എങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ആ ഇടയ്ക്ക് ഒരു അപകടമുണ്ടായി. ഒരു നദിക്കരയിൽ ഇവൻ വന്നു നിൽക്കുകയാണ്. വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വെള്ളം വന്ന്, തിരമാലകൾ വന്ന് ഇവനെ അടിച്ചു. കൊച്ചു ആൻ്റണി സന്തോഷത്തിന് വേണ്ടി കടൽക്കരയിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് തിരമാല വന്ന് ഇവനെ അടിച്ച് കടലിലേക്ക് പതുക്കെ കൊണ്ടുപോയി. അവിടെ പെട്ടെന്ന് താന്നു പോകുന്നു. തനിക്കിനി ജീവൻ കിട്ടുമോ എന്നൊരു സംശയം പോലെ, അതുപോലൊരു രംഗം അവിടെ വന്നു. ഉള്ളിൽ നിന്ന് അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ, മാതാവേ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ ജീവൻ ഇതാ പോകുന്നു. പെട്ടെന്ന് ആരോ കയ്യിലെടുത്ത് കരയിലേക്ക് ഇടുന്നത് പോലെ ഇവൻ അനുഭവപ്പെട്ടു. വളരെ സുരക്ഷിതമായിട്ട് കരയിലേക്ക് തന്നെ വന്നു നിന്നു. ആൻ്റണി പറയുകയാണ്, മാതാവാണ് എന്നെ കരയേറ്റിയത്. എൻ്റെ ജീവൻ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ മരിച്ചു പോകേണ്ടതായിരുന്നു. ദൈവമേ നന്ദി, ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കാമെന്ന് ഹൃദയത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവനെക്കുറിച്ച് അപ്പന് പ്ലാൻ, തൻ്റെ വ്യവസായം ഇവനെ ഏൽപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മെഷീൻസൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഏർപ്പെടുത്തി. അങ്ങനെ പഠിക്കുന്നതിനിടയിലും തൻ്റെ ഉള്ളിലെ ആഗ്രഹം, എനിക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് എന്നെ സമർപ്പിക്കണമല്ലോ. അപ്പം കർത്തൂസ്യൻ സഭയിൽ ചേരാനായിട്ട് ഇവൻ്റെ ഒരു ആഗ്രഹം. അപ്പനോട് പറഞ്ഞു, അപ്പ ഞാൻ പൊക്കോട്ടെ. അപ്പോൾ അപ്പൻ പറഞ്ഞു, മോനെ
നിന്നെക്കുറിച്ച് എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം നീ നിന്നെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കാനാണെങ്കിൽ ഞാൻ അതിനെ പിടിച്ചു വയ്ക്കുന്നില്ല. എനിക്ക് സന്തോഷമാണ്, വേദനയുണ്ടെങ്കിലും മകനെ ഞാൻ അതിനെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വിളിയെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് ഞാൻ ആ വിളിയെ ഓർത്ത് സ്തുതി കരയേറ്റുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രൂപതയിൽ നിന്ന് കുറച്ച് വൈദികർ വന്ന് കൊച്ചാൻ്റണിയോട് പറഞ്ഞു, വാ നമുക്ക് ഇവിടെ രൂപതയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇടവകയിൽ താമസിക്കാം, രൂപതാ ഭവനത്തിൽ താമസിക്കാം, പരിചയപ്പെടാം. അങ്ങനെ അവരുടെയും കൂടി നിർദ്ദേശപ്രകാരം രൂപതയിൽ കുറച്ച് നാൾ താമസിച്ചു. അന്ന് പറയുകയാണ്, അന്നാണ് കൊച്ചാൻ്റണി ആ വൈദികരുടെ എല്ലാം മാതൃക കണ്ട് പ്രാർത്ഥിക്കാനും ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും പരിത്യാഗ കൃത്യങ്ങൾ ചെയ്യാനുമെല്ലാം പഠിച്ചത്. ആ സമയങ്ങളെല്ലാം വിശുദ്ധരെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ കുറച്ചും കൂടി ആഴമായ ആധ്യാത്മികതയിൽ വളരുകയാണ്. അങ്ങനെ രൂപതയിലേക്ക് വൈദികനാകാനായിട്ട് ചേർന്നു. 1835 തിരുപ്പട്ടം സ്വീകരിച്ചു. തിരുപ്പട്ടത്തിന് ശേഷം തൻ്റെ ആ രൂപതയിൽ തന്നെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിനുശേഷം ഉള്ളിലുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ്, എനിക്ക് മിഷൻ പ്രവർത്തനത്തിന് പോകണം. അധികാരികളോട് പറഞ്ഞു, എന്നെ തന്നെ സമർപ്പിക്കാനാണ് എനിക്കിഷ്ടം. ഒരു രക്തസാക്ഷിയായിട്ട് മരിക്കുക എന്നതാണ് എൻ്റെ വലിയ ആഗ്രഹം. മിഷൻ പ്രവർത്തനത്തിന് ഞാൻ പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിനുള്ള ഒരുക്കത്തിൽ റോമിലേക്ക് പോയി. റോമിൽ ചെന്നു. അവിടെ വെച്ച് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ താൻ കാഴ്ചവെക്കുകയാണ്. കൂടുതലായിട്ട് ചെയ്തത്, റോമിൽ ചെന്നപ്പോൾ ജസ്യൂട്ട് വൈദികരെ പരിചയപ്പെട്ടു. അവരുടെ ജീവിത രീതി ഇഷ്ടപ്പെട്ടു. ജസ്യൂട്ട് വൈദികർ മിഷണറിമാരാണ്. സുവിശേഷത്തിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ച് ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചവരാണ്. അതുകൊണ്ട് ഈ ജസ്യൂട്ടുകാരോട് പരിചയപ്പെട്ടാൽ അവരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് ചേർന്നാൽ തനിക്കും വലിയൊരു സുവിശേഷകനാകാമല്ലോ, വലിയൊരു മിഷണറി ആകാമല്ലോ എന്ന് ഉള്ളിൽ വളരെയധികം ആഗ്രഹിച്ചു. അങ്ങനെ അവരുടെ നോഷറ്റിൽ ചേർന്നു. ആ കാലഘട്ടങ്ങളിലെല്ലാം ഒത്തിരിയേറെ സുവിശേഷ പ്രവർത്തനങ്ങൾ അവരോടൊപ്പം ചെയ്തു. അതേ പ്രായത്തിൽ വൈദികനാണ്. അവരോടൊപ്പം സന്യാസിയാകാനായിട്ട് ജസ്യൂട്ടിൽ ചേർന്നു. ഒപ്പം തന്നെ നാട് നീളെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്ന് പോയിക്കൊണ്ടാണ് ചെയ്തത്. എവിടെ തന്നെ കൊടുക്കാനായിട്ടൊരു സാഹചര്യമുണ്ടോ അവിടെയെല്ലാം കൊടുക്കും. ഒത്തിരിയേറെ അത്ഭുത പ്രവർത്തികൾ തന്നിലൂടെ വന്നു. അതിനെല്ലാം ഒരുക്കമായിട്ട് ആദ്യം ചെയ്തത് അവരോടൊപ്പം ഇരുന്നിട്ട് ഒത്തിരിയേറെ വിശുദ്ധരുടെ ചരിത്രങ്ങൾ സ്വയമേവ പഠിച്ചു ഒരുങ്ങി. ഒത്തിരി രക്തസാക്ഷികളുടെ ജീവിതത്തിൻ്റെ വ്യക്തമായ മേഖലകളിലേക്ക് അവരെങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് തന്നെ സമർപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പഠിച്ചു. മാത്രമല്ല സുവിശേഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ആഴമായി പഠിച്ചു. പ്രവാചക ഗ്രന്ഥങ്ങൾ, പ്രവാചകർ ചെയ്തത് എല്ലാം അതിൻ്റെ ആഴമായ ആധ്യാത്മികത ഉള്ളിലേക്ക് ഏറ്റെടുത്തു. ധ്യാനിച്ചു. സ്വസ്ഥമായിട്ട് മൗനമായിട്ടിരുന്നു. പിതാക്കന്മാരുടെ പുസ്തകങ്ങൾ, രേഖകൾ, പ്രബോധനങ്ങൾ എല്ലാം പഠിച്ചു. ബൈഹാർട്ട് ചെയ്തു എന്നാ പറയാം ഒത്തിരിയേറെ കാര്യങ്ങൾ. ഇതെല്ലാം എല്ലാവരിൽ നിന്നും, ബൈബിളിൽ നിന്നും എല്ലാത്തിൽ നിന്നും പഠിച്ചത് കൊണ്ട് പ്രസംഗങ്ങളെല്ലാം വളരെ ശക്തമായിരുന്നു. എപ്പോഴും പറയും, ദൈവത്തിൽ നിന്നൊരു മകൻ അകന്നാൽ ദൈവം എത്ര വേദനിക്കുമോ അത്രയും ഞാനും വേദനിക്കണ്ടേ. അങ്ങനെ ദൈവമേ, അങ്ങയോടൊപ്പം ഞാൻ വേദനിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം എന്തിനാണ്? തൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സഹോദരൻ പാപത്തിൽ വീണാൽ ഉടനെ വിചാരിക്കും, എൻ്റെ ഒരു സഹോദരൻ കുഴിയിൽ വീഴുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ആ കുഴിയിൽ നിന്ന് അവനെ പിടിച്ചു കയറ്റേണ്ടത് എൻ്റെ ദൗത്യമല്ലേ? അങ്ങനെയാണെങ്കിൽ പാപത്തിൻ്റെ പടുകുഴിയിൽ വീഴുന്ന എൻ്റെ സഹോദരനെ അവിടെ നിന്ന് പിടിച്ചു കയറ്റേണ്ടത് എൻ്റെ ദൗത്യമല്ലേ? തെറ്റിൽ വീഴുന്നവനോട് വീഴരുത് എന്ന് പറയേണ്ടത്, ഇതാണ് ശരിയായ വഴി എന്ന് പറയേണ്ടത് എൻ്റെ കടമയല്ലേ? അങ്ങനെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു പ്രവാചകൻ്റെ ധീരതയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ട് സുവിശേഷം എല്ലായിടത്തും പ്രഘോഷിച്ച് നടന്നു. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ തന്നിലൂടെ സംഭവിച്ചു. ദൈവം അതിനെ നിമിത്തമാക്കി. ഒത്തിരിയേറെ ബന്ധനങ്ങളിൽ നിന്ന് ഒത്തിരി പേരെ വിടുവിച്ചു. തൻ്റെ സാന്നിധ്യം മതി തിന്മയുടെ ശക്തികൾ അകന്നു പോകും. ഒരിക്കൽ തൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് അനേകം ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പെട്ടെന്ന് സാത്താന്
ഈ കേൾക്കാൻ വന്നവരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് തോന്നി. ഒരു വ്യക്തിയുടെ രൂപത്തിൽ തന്നെ സാത്താൻ വന്ന് പറഞ്ഞു, ഇതാ ഇപ്പോൾ അവിടെ ആ നാട്ടിൽ, ഇതാ ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടോ എന്ന് ഈ വ്യക്തി ഒരു അറിയിപ്പ് പോലെ ഇങ്ങനെ ആ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചു. വിശുദ്ധനായ അന്തോണിക്ക് ഇത് മനസ്സിലായി, ഇത് സാത്താൻ്റെ പ്രവൃത്തിയാണ്. ഈ വചനങ്ങൾ കേട്ടാൽ ജനങ്ങൾ മാനസാന്തരപ്പെടും, ദൈവത്തിലേക്ക് മനസ്സു തിരിയും. അതുകൊണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇത് പ്രയോഗിക്കുന്നത്. ഉടനെ അന്തോണി പറഞ്ഞു, ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർത്ത ഇത് സത്യമല്ല, അങ്ങനെ തീ ഉണ്ടായിട്ടില്ല. നിങ്ങളാരും പേടിക്കണ്ട, നിങ്ങളാരും ചിതറണ്ട. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഒരു വ്യക്തിനെ മാത്രം വെറുതെ അയക്കാം, നിങ്ങളുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒരു തെളിവ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വ്യക്തിയെ പറഞ്ഞയച്ചു അന്വേഷിക്കാനായിട്ട്. അവിടെ ഒന്നും തീപിടുത്തമില്ല. അങ്ങനെ എവിടെയെല്ലാം തിന്മയുടെ പ്രവൃത്തികളുണ്ടോ അതെല്ലാം മുൻകൂട്ടി കണ്ടറിയുവാനുള്ള, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നേ ചെയ്യുവാനുള്ള ഒരു കഴിവ് ഈ വിശുദ്ധനായ അന്തോണിക്കുണ്ടായിരുന്നു. അവിടെ ഭൂമികുലുക്കമോ പ്രകൃതിയുടെ എന്തെങ്കിലും ദുരന്തങ്ങളോ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ വിളിക്കും, പ്രിയാച്ച വരണമേ, പ്രാർത്ഥിക്കണേ, ഇപ്പോൾ നമുക്കിതാ ദുരന്തം വരാൻ പോകുന്നു. ഒരിക്കൽ അങ്ങനെ ഭൂകമ്പം ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടപ്പോൾ ഭൂമിയിൽ നിലത്ത് മുട്ടുകുത്തി വിശുദ്ധനായ അന്തോണി പ്രാർത്ഥിച്ചു, ദൈവമേ കരുണ കാണിക്കണമേ, ജനങ്ങളെ രക്ഷിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഭൂമിയിൽ കുരിശു വരച്ചു. ഉടനെ ഭൂമികുലുക്കത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം മാറി. അതുപോലെ തന്നെ വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ, പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നിന്നുപോകും. ഒരിക്കലും ഒരു പ്രദേശത്ത് നിന്ന് മറ്റു പ്രദേശത്തേക്ക് ഒരു നദി കടക്കണം. അങ്ങനെ കടക്കാൻ പോയപ്പോൾ ഇത് എളുപ്പമല്ലല്ലോ നദി കടക്കാനായിട്ട്, നിറച്ച് ജലമാണല്ലോ. അങ്ങനെ വിചാരിച്ചു നിൽക്കുമ്പോൾ അതാ ഒരു കൊച്ചു കുഞ്ഞ്, ഉണ്ണീശോ കൊച്ചു കുഞ്ഞിൻ്റെ രൂപത്തിൽ അവിടെ വന്നതാണ്. ആൻ്റണി എന്തിനാണ് പേടിക്കുന്നത്? അങ്ങേക്ക് ആ നദി കടക്കാനായിട്ട് ഞാൻ സഹായിക്കാം. അപ്പോൾ ഇങ്ങനെ ആൻ്റണിക്ക് അറിയില്ല ഇത് ഉണ്ണീശോയാണെന്ന്. അപ്പോൾ പറഞ്ഞു, കൊച്ചാണല്ലോ അങ്ങ്, ഇല്ല ധൈര്യത്തോടു കൂടി പോരെ എന്ന് പറഞ്ഞു. ഉണ്ണീശോ തൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് വിശുദ്ധനായി ആൻ്റണിയെ ആ നദി കടക്കാനായിട്ട് സഹായിച്ചു. ഒത്തിരിയേറെ പ്രസംഗങ്ങളിലൂടെ ഒത്തിരിയേറെ ആത്മാക്കളെ ദൈവത്തിലേക്ക് നേടി. ആൻ്റണിക്ക് തോന്നി, ദൈവം എന്നെ വിളിക്കുന്നത് പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു സഭ രൂപീകരിക്കാനാണ്. അന്ന് ജെസ്യൂട്ട് സഭയിൽ അംഗമാകാൻ നോഷറ്റിൽ അംഗമായെങ്കിലും തുടർന്ന് തൻ്റെ ആരോഗ്യം സമ്മതിക്കാത്തത് കൊണ്ട് ജെസ്യൂട്ടിൽ തുടരാൻ പറ്റിയില്ല. അതുകൊണ്ട് സാധാരണ ഇടവക വൈദികനായിട്ട് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. തുടർന്ന് സ്പെയിനിലും വന്നിട്ട് ഇതുപോലെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒത്തിരിയേറെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ തോന്നി തന്നെ വിളിക്കുന്നത് പുതിയൊരു സഭ രൂപീകരിക്കാനാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥതയിൽ ആ പേരിൽ ഒരു പുതിയ സഭ സന്യാസികൾക്കായിട്ട് ആരംഭിക്കാനായിട്ട് താൻ പദ്ധതിയെടുക്കുകയാണ്. ഇത് തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമാണെന്ന് പല ദർശനങ്ങളിലൂടെ, മാതാവിൻ്റെ ഇടപെടലിലൂടെ, അരുളപ്പാടുകളിലൂടെ അന്തോണിക്ക് ലഭിച്ചു. അങ്ങനെ ക്ലെറീഷ്യൻ സഭയ്ക്ക് 1849 രൂപം കൊടുത്തു. അന്ന് അവിടെ ഒരു 5 വൈദികരാണ് ഉണ്ടായിരുന്നത്. ആൻ്റണിയുടെ ആധ്യാത്മികതയും ആദർശങ്ങളുമൊക്കെയുള്ള കുറച്ച് പേര് ഒരുമിച്ച് കൂടി ഈ സഭയ്ക്ക് രൂപം കൊടുക്കുകയാണ്. അന്ന് സഭയായിട്ടില്ല, അവരൊരുമിച്ച് അങ്ങനെ പ്രവർത്തിക്കുകയാണ്. പിന്നീടാണ് അതിന് അംഗീകാരം ലഭിക്കുന്നത്. അങ്ങനെ പുതിയ സഭയ്ക്ക് രൂപം കൊടുത്ത ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ അറിയിപ്പ് വരികയാണ്, ക്യൂബയുടെ മെത്രാനായിട്ട് തന്നെ നിയോഗിക്കുന്നുവെന്ന്. അപ്പോൾ ഭയങ്കര വിഷമമായി. എനിക്ക് സ്ഥാനങ്ങൾ വേണ്ട, മഹിമകൾ വേണ്ട, ദൈവത്തിന് വേണ്ടിയിട്ട് സുവിശേഷ വേല ചെയ്യാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദയവ് ചെയ്ത് എന്നെ മെത്രാനാക്കരുതേ എന്ന് താണു വീണ് അപേക്ഷിച്ചു. തൻ്റെ ചങ്ക് പൊട്ടിപ്പോയെന്നാണ് പറയുന്നത്. താൻ അതൊന്നും ആഗ്രഹിച്ചില്ലല്ലോ, എനിക്ക് വളരെ സ്വതന്ത്രമായിട്ട് യേശുവിന് വേണ്ടിയിട്ട് ഫുൾ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തതാണല്ലോ. പക്ഷെ വീണ്ടും അധികാരത്തിൽ നിന്ന് ഇങ്ങനെ തന്നെ വന്നപ്പോൾ തന്നെ സമർപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ.
അങ്ങനെ ക്യൂബയുടെ ആർച്ച് ബിഷപ്പായിട്ട് അവിടെ നിയുക്തനായി. ഒത്തിരിയേറെ പ്രവർത്തനങ്ങളും സുവിശേഷ വേല ചെയ്യുവാനുമായിട്ടുള്ള ഒരു മാർഗമായിട്ട് ഈ തൻ്റെ ഉയർച്ചയെ, തൻ്റെ സ്ഥാനത്തെ ആൻ്റണി ഉപയോഗിച്ചു. കുറേ കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കി, കുറേ കോൺഗ്രിഗേഷൻസിൻ്റെ റൂളുകളെല്ലാം ഒന്നും കൂടി പുതുക്കാനായിട്ട് സഹായിച്ചു. സെമിനാരികളിലെ ഫോർമേഷൻസ് എല്ലാം കൂടുതൽ സിസ്റ്റമാറ്റിക്കാക്കി. ആ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. കുറേ കോളേജുകൾ, സ്കൂളുകൾ, വൊക്കേഷണൽ സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ, സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മ്യൂസിക് പരമായിട്ടുള്ള കോളേജുകൾ, ഉയർന്നവർക്കും താഴ്ന്നവർക്കും പഠിക്കാൻ പറ്റിയ തരത്തിലുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസത്തിന് അധികം മുന്നോട്ട് പോകാൻ പറ്റാത്തവർക്ക് അവരെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ നാട്ടിൽ വിവാഹ ജീവിതത്തിൽ വിജയിക്കാത്തവർക്ക് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമേഷൻസ്, എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും, പ്രീസ്റ്റ് ലൈഫിലായാലും റിലീജിയസ് ലൈഫിലായാലും ലേ ലൈഫിലായാലും അങ്ങനെയുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതം കൂടുതൽ കൂടുതൽ യേശുവിന് ഇഷ്ടപ്പെട്ടതാക്കാൻ, ദൈവികത നിറഞ്ഞതാക്കുവാനുള്ള കാര്യങ്ങൾ വിശുദ്ധനായ ആൻ്റണി തൻ്റെ മെത്രാൻ കാലത്ത് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് പുതിയൊരു അറിയിപ്പ് വന്നു. സ്പെയിൻ രാജ്ഞിയുടെ, ഇസബെല്ല രാജ്ഞിയുടെ കുമ്പസാരക്കാരനായിട്ട് തന്നെ നിയോഗിക്കണമെന്നൊരു ഓർഡർ വന്നു. അപ്പോഴും രൂപതയുടെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. എന്നാലും കൂടുതലായിട്ട് കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട് താമസിച്ച് ഈ ജോലി കൂടി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കൊട്ടാരത്തിൽ ഞാൻ താമസിച്ച് കൊട്ടാരത്തിൻ്റെ ലൗകിക സന്തോഷങ്ങളിലേക്ക് ഞാൻ വ്യാപൃതനാകില്ല എങ്കിൽ, അതിനെന്നെ വിളിക്കില്ല എങ്കിൽ, എൻ്റെ ദൗത്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ അതും കൂടി ഏറ്റെടുക്കാം. അങ്ങനെ ഇസബെല്ല രാജ്ഞിയുടെ കുമ്പസാരക്കാരനായിട്ടും രാജ്ഞിയുടെ മകളെ, കുഞ്ഞിനെ പഠിപ്പിക്കാനും ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് വേദോപദേശം കൊടുക്കുവാനുമായിട്ടുള്ള ഒരു വലിയ ദൗത്യം കൂടി ഏൽപ്പിച്ചു. അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും തനിക്ക് നാടിനു വേണ്ടിയും തൻ്റെ രൂപതയ്ക്ക് വേണ്ടിയും എന്തെല്ലാമാണോ ചെയ്യാവുന്നത് അതെല്ലാം ചെയ്തു. തൻ്റെ നന്മപ്രവൃത്തികളും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും ആത്മാക്കളുടെ രക്ഷയുമെല്ലാം കണ്ട് തിന്മയുടെ ശക്തിക്ക് അടങ്ങിയിരിക്കാനായില്ല. ശത്രുക്കൾ ഒത്തിരിയേറെ ഉണ്ടായി. ഒരു പ്രാവശ്യം ഒരു ശത്രു ഒരു സ്നേഹിതൻ്റെ രൂപത്തിൽ വന്ന് മോതിരം ചുംബിക്കാനായിട്ട് വന്നു. അപ്പോൾ പെട്ടെന്ന് കയ്യിലെ മോതിരം ചുംബിക്കാനായിട്ട് വന്നപ്പോൾ കൈ ഇങ്ങനെ നീട്ടി, പെട്ടെന്ന് ആ വ്യക്തി പെട്ടെന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം കൊണ്ട് ആൻ്റണിയെ വെട്ടി. തൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ആ സമയത്ത് ദൈവം ഇടപെട്ട് ജീവനെ രക്ഷിച്ചു. ചികിത്സിച്ച് രോഗം ഭേദമായി. കേസ് വന്നു. ഇദ്ദേഹത്തെ ആക്രമിച്ചതുകൊണ്ട് തനിക്ക് വധശിക്ഷ കൊടുക്കുന്നു. തന്നെ ആക്രമിച്ച ആ ശത്രുവിന് വധശിക്ഷയാണ് എന്ന് പറഞ്ഞു. പക്ഷേ വിശുദ്ധനായ ആൻ്റണി ഇടപെട്ട് പറഞ്ഞു, വേണ്ട, ദൈവം ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കുന്നു, അദ്ദേഹത്തിന് വധശിക്ഷ നൽകണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, ഈ വ്യക്തി പണ്ട് ഇദ്ദേഹത്തെ ആക്രമിക്കുന്നതിനും 1 വർഷം മുമ്പ് ജയിലിലായിരുന്നു. ആ വ്യക്തിയുടെ മാതാപിതാക്കൾ ഈ മെത്രാനോട് വന്നിങ്ങനെ അപേക്ഷിച്ചു, ഞങ്ങളുടെ മകനെ ഇതിൽ നിന്ന് വിമുക്തനാക്കണമേ എന്ന് അപേക്ഷിച്ചതുകൊണ്ട് മെത്രാനും കൂടി ഇടപെട്ടിട്ടാണ് പുള്ളിയെ ജയിലിൽ നിന്ന് വിമുക്തനാക്കിയത്. ആ വ്യക്തി തന്നെയാണ് വീണ്ടും ഈ മെത്രാനെ ആക്രമിച്ചത്. പക്ഷെ ക്ഷമിക്കാനായിട്ട് തയ്യാറായി. ദൈവം ക്ഷമിച്ചതുപോലെ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടെടുക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഇസബെല്ല രാജ്ഞി ആ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ശത്രുക്കളുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന അധികാരങ്ങൾ കൂടി ഇസബെല്ല രാജ്ഞിയെ നാടുകടത്താനായിട്ടുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ വിശുദ്ധനായ ആൻ്റണിക്കും ഒരു ദൈവത്തിൻ്റെ ഒരു സ്വരം കേട്ടു, ആൻ്റണി ഇവിടെ നിന്ന് മാറിക്കൊള്ളുക. അപ്പോഴാണ് ഇസബെല്ല രാജ്ഞിയെയും നാടുകടത്തിയ സംഭവം ഉണ്ടായത്. ഇസബെല്ല രാജ്ഞിയോടുള്ള ബഹുമാനം കൊണ്ട് രാജ്ഞിയോടൊപ്പം ഫ്രാൻസിലേക്ക് വിശുദ്ധനായ ആൻ്റണിയും പോയി. അവിടെ അവരായിരുന്നപ്പോഴും ഒത്തിരിയേറെ നന്മപ്രവർത്തികളും സുവിശേഷ വേലകളും ചെയ്തു. ഫ്രാൻസിലെല്ലാം തനിക്കാകുന്ന സ്ഥലത്തെല്ലാം തനിക്ക് എവിടെയെല്ലാം പോയിട്ട് ഈശോയെ കൊടുക്കാൻ പറ്റുമോ അവിടെയെല്ലാം സുവിശേഷ വേല ചെയ്തു.
ഇതേ കാര്യങ്ങളെല്ലാം അവിടെയും ചെയ്തു. ഒത്തിരിയേറെ സ്ഥാപനങ്ങൾക്കും രൂപം കൊടുത്തു. അതിനിടയിൽ റോമിലേക്കൊരു വിളി വന്നു. ഒന്നാം വത്തിക്കാൻ സുനഹദോസിൽ തൻ്റേതായിട്ടുള്ളൊരു റോള് അവിടെ മാർപ്പാപ്പയുടെ അപ്രമാദിത്വത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തന്നെ ഏൽപ്പിച്ചുവെന്ന്. അവിടെ പോയി ഒത്തിരിയേറെ രേഖകളും പ്രബന്ധങ്ങളും അവതരിപ്പിച്ചു. വിലപ്പെട്ട ബുക്കുകൾ എഴുതി. ഈ ഒന്നാം വത്തിക്കാൻ സുനഹദോസിൽ ഈ മാർപ്പാപ്പയുടെ അപ്രമാദിത്വത്തെക്കുറിച്ച് സംസാരിച്ചു. ആ സമയത്ത് തനിക്ക് ശരീരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടു. തനിക്ക് തോന്നി തന്നെ തൻ്റെ ദൗത്യമെല്ലാം പൂർത്തിയായി, ദൈവം തന്നെ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കുന്നുവെന്ന്. അങ്ങനെ 1870 ഒക്ടോബർ 24 തൻ്റെ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടു. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ തന്നിലൂടെ നടന്നു. 1950 12-ാം പീയൂസ് പാപ്പ വിശുദ്ധനായ അന്തോണിയുടെ ജീവിതത്തിൽ നിന്ന് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ വന്നതുകൊണ്ട്, തൻ്റെ മധ്യസ്ഥതയിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്നതുകൊണ്ട് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, ക്ലെരീഷ്യൻസ് സഭയുടെ സ്ഥാപകനാണ്. ഒത്തിരിയേറെ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. വ്യവസായങ്ങളുടെ മധ്യസ്ഥനാണ്. അല്ല നമ്മളിപ്പോൾ കണ്ടു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ അപ്പസ്തോലനാണ്. ജപമാലയെക്കുറിച്ചുള്ള ഭക്തി എപ്പോഴും പ്രചരിപ്പിച്ചിരുന്നവനാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ അർപ്പിച്ചവനാണ്. വിശുദ്ധനായ ഈ വ്യക്തി തൻ്റെ പ്രത്യേകത എല്ലാ വിശുദ്ധരുടെയും കൂട്ടായ്മയിലാണ് എപ്പോഴും ജീവിച്ചിരുന്നത്. എപ്പോഴും വിശുദ്ധരെക്കുറിച്ച് പഠിക്കുകയും കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ വിശുദ്ധ ആൻ്റണി മേരി ക്ലാരറ്റിൻ്റെ വലിയ മാധ്യസ്ഥം നമ്മോട് കൂടെയുണ്ട്. വിശുദ്ധനെ പോലെ നമ്മുടെ ജീവിതവും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയിട്ട് സമർപ്പിക്കാനായിട്ട് നമുക്കും ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ എല്ലാ മേഖലകളിലും വിശുദ്ധൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവേ, ഈ വിശുദ്ധനെ ഞങ്ങളുടെ എല്ലാ രംഗങ്ങളിലും ഒരു മധ്യസ്ഥനായിട്ട് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വിശുദ്ധൻ്റെ എല്ലാ മധ്യസ്ഥവും ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ തിരുഹിതം പോലെ ജീവിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.